നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ നല്ല മനോഹര ഒരു പ്രീമിയം ലെവലുള്ള നമുക്ക് അടിപൊളി കണ്ടംപററി ഡിസൈൻ നല്ലൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 7 സെൻറ്റ് ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വീടാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ അടിപൊളിയാക്കാനായിട്ട് കുറച്ച് സ്പോട്ട് ലൈറ്റൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഇത് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പേയാട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി റെഡി ടു മൂവ് ഓൺ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 7 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. 7 സെൻറ്റ് 2900 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂം ഉൾപ്പെടെ പണി കഴിപ്പിച്ച് തീർത്ത മനോഹരമായൊരു വീട് ആണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് നമുക്ക് പേയാട് ജംഗ്ഷനിൽ നിന്ന് 600 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ ഇനേബിൾ ചെയ്യുക. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീട് കാണാൻ ശ്രമിക്കുക. ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ആർച്ച് പോലത്തെ ഒരു എൻട്രൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഈ ആർച്ച് പോലത്തെ മോഡൽ വരുന്നതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. നമുക്ക് ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഫ്രണ്ടേജാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് ഒരു 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഭാഗം മുഴുവൻ നമുക്ക് വാൾ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഫ്രണ്ടിൽ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. 3 SUV കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഒരു ഗാർഡൻ പ്രൊവിഷനാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം 2 വീടിൻ്റെ ചുറ്റുപാടുമെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ നമുക്ക് അവൈലബിൾ ആണ്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷന് വന്നിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ വീടിന് വീട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസോടെ നമുക്ക് അടക്കാം. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഏരിയ. ഒരു റെക്റ്റാങ്കിൾ മോഡൽ വരുന്ന സിറ്റ് ഔട്ട് ഏരിയ ആണ് വീടിന് വന്നിട്ടുള്ളത്. 12x4 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വോൾ ടൈലും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്തുള്ള ചുമരെല്ലാം തന്നെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു തേക്കിൻ തടിയിൽ പണിത ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ലിവിങ് ഏരിയയിലോട്ട് നമുക്ക് പോകാം. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയയിലാണ് നമുക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള വലിപ്പത്തിലുള്ള ലിവിങ് ഏരിയയാണ് വീടിന് നൽകിയിട്ടുള്ളത്. 40x18 നമുക്ക് ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ. ഇൻറ്റീരിയർ എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ പ്രീമിയം ലീവിൽ തന്നെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാണുന്ന ഒരു ഇതാണ് TV യൂണിറ്റ് ഏരിയ വരുന്നത്. TV യൂണിറ്റ് ഏരിയ അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ്, അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല ഡെക്കറേഷനായിട്ട് വരുന്ന കുറച്ച് ബോക്സസും അതിനകത്ത് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നൽകി കംപ്ലീറ്റ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. 40x18 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള നല്ല ഒരു ലിവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ആർച്ച് മോഡൽ വരുന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വുഡ് വർക്ക് കംപ്ലീറ്റ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. മെറൈൻ മൾട്ടി ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ എൻട്രൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ.
ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിൽ വരുന്ന ക്വാളിറ്റി ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. വുഡ് വർക്കിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് വർക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ മാക്സിമം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു കിച്ചണാണ് നമുക്ക് വരുന്നത്. കിച്ചൺ നമുക്ക് 2 എൻട്രൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് നമുക്ക് ചെയ്തിരിക്കുന്ന എൻട്രൻസ്. പാർട്ടീഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പാർട്ടീഷൻ എല്ലാം നമുക്ക് ഈ മറൈൻ ഈ ബോർഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു മോഡലും ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് പാർട്ടീഷൻ എല്ലാം, കിച്ചൻ്റെ ഫ്രണ്ട് എൻട്രൻസ് പാർട്ടീഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 12x12 ആണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് വരുന്ന പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് മുകളിലും താഴെയുമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഒരു വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. 12x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു വർക്ക് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഇതിൽ നമുക്ക് സിങ്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒരു വുഡ് വർക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട്, ഫസ്റ്റ് ഫ്ലോറിലെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വലിയൊരു റൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. വാർഡ്രോബ്സ് എല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 ആണ് റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴെ കാണുന്നത് പോലെ തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ്സ് ഇൻബിൽഡ് ആണ്. വാർഡ്രോബ്സ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഓൾട്ടയിലും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് പണിതിട്ടുള്ളത്. തടിയും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് വന്നിട്ടുള്ളത്. തൊട്ടായിട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് നമുക്ക് വുഡ് വർക്കിലൊക്കെ നമുക്ക് അത് ചെയ്തിട്ട് അതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ കൊടുത്ത് ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രോപ്പർ ഡെസ്കും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ടേബിളും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഔട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് നല്ല വലിയൊരു അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്ന ഒരു ഹോളാണ്. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. 40x18 നമുക്ക് ഹോളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ചെറിയൊരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തതിന് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും വുഡൻ വർക്കും കാര്യങ്ങൾ അതിനകത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആക്കി മനോഹരം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. 2 റൂമിൻ്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസിയും കാര്യങ്ങളെല്ലാം വച്ചിട്ടുള്ളത്. കണക്ഷനും അതുപോലെ തന്നെ ഔട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി ആയിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 16x14 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല പ്രീമിയം രീതിയിലുള്ള ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വാർഡ്റൂബ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ആയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാർഡ്റൂബ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിലാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇത് കാണുന്നത് പോലെ തന്നെ ഓൾ ടൈലും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. നേരത്തെ കണ്ട റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വേറൊരു റൂം നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നേരത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ ചെയ്യുന്ന ഒരു ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വാർഡ്റൂബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ബെഡ്റൂം. ഈ ഭാഗത്ത് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വാൾ ടൈലും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലത്തെ അവസാനത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. ഇത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. 26x12 നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജേരയുടെ ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഈ വാർഡ്റൂബ്സ് നമുക്ക് നല്ല മനോഹരമായ ഒരു വാർഡ്റൂബ്സാണ് ഈ ഒരു റൂമിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. മുകളിൽ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നിറയെ സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത്യാവശ്യം നല്ല വിശാലമേറിയ വലിപ്പത്തിലുള്ള റൂമാണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. കാണുന്നതാണ് മെയിൻ ബാൽക്കണി. ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 പോർഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10x6 നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പിലൊരു 10x6 നമുക്ക് ഒരു പോർഷൻ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കജീറുടെ നല്ല ക്വാളിറ്റി ടൈൽസൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നമുക്ക് വാൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഓപ്പൺ സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈലും കാര്യങ്ങളും നമുക്ക് താഴെ കൊടുത്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ഉള്ളത്. അതൊരു ചെറിയ ഓപ്പൺ ഏരിയ ആണ്. അത്യാവശ്യം വൈകിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയും കൂടെയാണ്. ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടെറസിലോട്ട് പോകാനുള്ള ഓപ്പണിംഗ് ഇതുവഴിയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 7 സെൻറ്റ് സ്ഥലം, 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല പ്രീമിയം രീതിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമയം പേയാടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. പിന്നെ നമുക്ക് കറക്റ്റ് ആസ്കിങ് പ്രൈസ് നമുക്ക് 1.30 1,30,00,000. അപ്പോൾ നമുക്ക് ഈ റേറ്റ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ഹോം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.